കുറച്ചധികം ദിവസങ്ങളായിട്ടുള്ള എൻ്റെ വിഷമത്തിലുള്ള പരിഹാരമാണ് ഞാൻ ഈ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത്. ഒരു 5 റാക്കിൻ്റെ ട്രോളിയാണ് കേട്ടോ അത്. ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോസിൽ. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് മേശപ്പുറത്ത് തീരെ സ്ഥലമില്ല. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും ഒതുക്കിയിട്ട് വേണം ലാപ്ടോപ്പ് ഒന്ന് ഓണാക്കി വർക്ക് ചെയ്യാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ സ്പേസ് ഇല്ലാണ്ട്. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക പരിഹാരമാണ് ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത്. ഒരു 5 റാക്കിൻ്റെ ട്രോളി അങ്ങോട്ട് മേടിച്ചു. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ അതിലേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യാമല്ലോ. ഇതിൻ്റെ സെയിം ഒരു 4 റാക്കിൻ്റെ നമ്മുടെ അമ്മയുടെ റൂമിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലത്തെ മോഡലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യം ഇരുന്നിട്ട് ജോയിൻ ചെയ്ത് അത് തന്നെയാണ് ഇതെല്ലാം സെറ്റാക്കിയത് കേട്ടോ. ഞാൻ മേടിച്ചപ്പോൾ വിചാരിച്ചില്ലേ ഇത്രയും നല്ല സാധനം ആയിരിക്കുമെന്ന്. വന്നിട്ട് ഭംഗിയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഒരിക്കലും മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യില്ല. അത്ര അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 4 സൈഡിൽ ഇതേപോലെ വീല് വരുന്നതുകൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും നീക്കി ഉരുട്ടി മാറ്റി വെക്കാവുന്നതാണ്. അധികം സ്പേസോ കാര്യങ്ങളോ അതിന് പോകണില്ല. അപ്പോൾ അതേ മേശപ്പുറത്തെ എല്ലാ സാധനങ്ങളും അത് തന്നെ സെറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റി മാറ്റി വെക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മുകളിലത്തെ റാക്കിൽ, അധികം നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ അടിയത്തെ സെക്ഷനിലേക്ക് അങ്ങനെ സെക്ഷൻ വൈസ് തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനായാലും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അമ്മയുടെ റൂമിലുള്ള റാക്കിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് ഒരു 1000 രൂപയോ 1200 രൂപയ്ക്ക് എത്രയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് വെറും 800 രൂപയാണ് വന്നത്. ഓരോ റാക്കിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് 100 രൂപയിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചിക്കൻ വറുക്കാനാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് അത് എന്താ പറയുക നമ്മുടെ മുളകും ഉപ്പൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കിട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് സെക്കൻഡ് ട്രിപ്പിലേക്കുള്ളത് എടുത്തിടാണ്. അപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ഒന്ന് സെറ്റാക്കുക. അതിലേക്ക് ഈ വറുത്ത് ഇടുക, ഒന്നും ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയല്ലോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പിനുള്ള നമ്മുടെ ചിക്കൻ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ മേശ തുടയ്ക്കാനും അങ്ങനെ പണികൾക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഗ്രേവി ആക്കൽ അമ്മയായിരുന്നു കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാനവിടെ മേശ തുടയ്ക്കണോണ്ടേ. അപ്പോൾ ലാപ്ടോപ്പും പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമും ഉണ്ട്. പിന്നെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ഈ 3 ആൾക്കാരെയാണ് ഇനിയും ടേബിൾ വെക്കണുള്ളൂ. ബാക്കി എല്ലാവരും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. അതും ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടായിരുന്നത് ഈ ഫ്രെയിമും തന്നെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒന്നും വർത്താനം പറയുന്നുണ്ട്. ഇത്രയധികം പൊടി കിട്ടിയ എൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. അത്രയധികം ഉണ്ട്. പിന്നെ ലാപ്ടോപ്പ് ഡെയിലി ഞാൻ തുടയ്ക്കണോണ്ട് അധികം പൊടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും തുടയ്ക്കണ കൂട്ടത്തിൽ അതിനെയും തുടച്ച്, അതേപോലെ അതിൻ്റെ വയറൊക്കെ ഉണ്ടായിരുന്നു, അതും ചാർജറും ഒക്കെയും തുടച്ച്. പിന്നെ ഇതാണ് 3ാമത്തെ ആളെന്ന് പറയുന്നത്. ഇയാളെന്നെ ഞാൻ ഒരു ദിവസം എന്താ പറയുക ഓണാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നൈറ്റിലാണ് അതിനെ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാക്ക് സെറ്റായിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ റൂമിലത്തെയും റാക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്കിന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെയിം റീൽ തന്നെ എനിക്ക് ഷെയർ ചെയ്താലും മതി കേട്ടോ.